നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്ത് ദിനംപ്രതി 100-ൽ പരം പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ആകെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 1369 പേർക്കാണ്. ഒപ്പം മരിച്ചത് 79 പേരാണ്. എന്നാൽ കുവൈറ്റ്, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സ്വദേശികളെക്കാൾ കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്നതായി വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. കുവൈറ്റിൽ നിന്ന് ലഭ്യമാക്കുന്ന വിവരമനുസരിച്ച് സ്ഥിരീകരിച്ചവരിൽ 53% ഇന്ത്യൻ പ്രവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തന്നെ. ഇവിടങ്ങളിൽ മലയാളികളുടെ മരണവും രേഖപ്പെടുത്തിയിട്ടുമില്ല. UAE-യിൽ 2 പ്രവാസി മലയാളികളാണ് കൊറോണ മൂലം മരിച്ചത്. ഒപ്പം സൗദിയിൽ 2 പ്രവാസികളുടെ മരണവും രേഖപ്പെടുത്തുകയുണ്ടായി. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ കരുതൽ നൽകുന്ന പ്രവാസ ലോകത്തെ അധികാരികൾക്ക് ആദരം അർപ്പിക്കേണ്ടത് അതിപ്രധാനം തന്നെയാണ്. തങ്ങളുടെ സ്വദേശി പൗരന്മാരോടെന്ന പോലെ തന്നെ പ്രവാസികളെയും നെഞ്ചോട് ചേർത്ത ഭരണാധികാരികൾക്ക് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം നന്ദി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ നൽകി കരുതലോടെ മുന്നോട്ട് നീങ്ങി പ്രവാസികളുടെ ആശങ്കയ്ക്ക് ശമനം കുറിച്ചുകൊണ്ട് കഴിയും വിധം പരിശ്രമിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ അധികാരികൾ. സ്വദേശികളെ പോലെ തന്നെ പ്രവാസികൾക്കും കൊറോണയ്ക്ക് സൗജന്യ ചികിത്സയും സൗജന്യ പരിശോധനയുമാണ് പ്രവാസ ലോകം മുന്നോട്ട് വച്ചത്. ഒപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി ആനുകൂല്യങ്ങളും നൽകുകയുണ്ടായി. കൊറോണയിൽ ലോകം മുഴുവനും വലയുമ്പോൾ പ്രവാസികളുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും വിസിറ്റിംഗ് വിസയിൽ പോയവരും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവരെ തിരികെ എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പാടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഒപ്പം വിവിധ രാജ്യങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം പ്രവാസികൾ തിങ്ങിനിറങ്ങി താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക പരിശോധനകളും നൽകി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.